ചിക്കൻ കിടത്തി പൊരിച്ചത്. ആദ്യം തന്നെ നട്ടലൂരുക, എന്നിട്ട് ചന്തി. കമത്തിക്കിടത്തേക്കാണ് ചക്കടി മുണ്ടൻ താറാവ്. അപ്പം നമുക്ക് അവനെ അങ്ങ് കുളിപ്പിച്ചെടുക്കാം. നല്ല ആത്മാർത്ഥമായിട്ട് തേക്കണം, ഒന്നിനൊരു കുറവും വരുത്തരുത്. നമ്മൾ അടങ്ങി ഒതുങ്ങി കിടക്കാം. അവിടെ കാലൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുവാണ്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കട്ടെ. നോക്ക്, കാലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് രണ്ടുപേരും കിടക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആരെ കിടത്താൻ പോകുന്നത്? നമ്മുടെ ചക്കര മുത്തിനെ. നല്ല തീയിൽ വെച്ചോ, ഇത് സിമ്മിലൊന്നും ഇടേണ്ട കാര്യമില്ല ഇത് കേട്ടോ. അത്ര പുത്ര തവളാച്ചി എന്ന് പറഞ്ഞ പോലെ തവളാച്ചി ഇത് കമന്ന് കിടക്കുക. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം മൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കനമെടുത്ത് അതിൻ്റെ മേളിൽ വെക്കണം. നമ്മൾ റോട്ടിലൊക്കെ തവള ലോറി കയറി കിടക്കില്ല ഇങ്ങനെ, അതേപോലെ കിടക്കണ പാവം. പൊറോട്ടയുടെ ഒക്കെ കൂടെ പൊളിയായിരിക്കും മോനെ. ആട്ടവും പാട്ടും എല്ലാമായിട്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾ അടിപൊളിയാക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മഞ്ജുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാകുന്ന, അതിഥികളെയൊക്കെ ഞെട്ടിക്കാൻ പാകത്തിനുള്ള ഒരു ചിക്കൻ്റെ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിനി അധികം വർത്തമാനം പറഞ്ഞ് ഇത്, കാരണം ഇത് ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ വർത്തമാനം പറയാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പരിപാടിയിലേക്ക് കടക്കാം. അതിനു മുമ്പ് പ്രോഗ്രാം കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ലവ് യു. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് 3 ഉണ്ട ഇത് ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ്റെ കാര്യം പറഞ്ഞില്ല, ചിക്കൻ കിടത്തി പൊരിച്ചത്. നിങ്ങൾ ചിക്കൻ നിർത്തി പൊരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് ചിക്കൻ അക്ഷരാർത്ഥത്തിൽ കിടത്തി പൊരിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മൾ ഒരു ഹോൾ ചിക്കൻ, മുഴുവനായിട്ടുള്ളൊരു ചിക്കനാണ് എടുക്കുന്നത്. ഈ ചിക്കൻ എന്ത് ചെയ്താലും കിടക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ചിക്കനല്ലേ, ആദ്യം തന്നെ നട്ടലൂരുക. ചിക്കൻ്റെ നട്ടല് കഴുത്തിൻ്റെ ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് കീഴ്പോട്ട് ദിവിടം വരെ മുറിച്ച് കളയുക. കഴുത്തും ആ ഇങ്ങനെ പോകുന്ന ഭാഗം മുറിച്ച് കളയുക. എന്നിട്ട് ചന്തി, എന്നിട്ട് ചിക്കൻ്റെ ഈ ഭാഗം, അല്ല ചന്തി അല്ല കേട്ടോ, സോറി, എനിക്ക് മാറിപ്പോയത്, എനിക്ക് ചന്തി നെഞ്ചൊക്കെ കൂടി. അത് കഴിഞ്ഞ് നെഞ്ചിൻ്റെ ആ ഫ്രണ്ട് പോർഷന് മുറിക്കുക. അപ്പോൾ ഈ ചിക്കൻ എന്താവും? കിടക്കാൻ പാകത്തിനാവും. ഇങ്ങനെ കണ്ട കിടക്കുന്ന പറഞ്ഞാൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതിങ്ങനെ അങ്ങ് കിടക്കും. അപ്പോൾ ഇന്ന് ചിക്കൻ ഇതേപോലെ കിടത്തി പൊരിച്ചതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ, ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഇവിടെ 2 തരം വെളുത്തുള്ളി ഉണ്ട്. ഒന്ന് തൊണ്ട് കളയാത്ത വെളുത്തുള്ളിയും തൊണ്ട് കളഞ്ഞ വെളുത്തുള്ളി ഇരിപ്പുണ്ട്. അതിനകത്ത് തൊണ്ട് കളഞ്ഞ വെളുത്തുള്ളി നമ്മളിങ്ങ് എടുക്കുക. അതോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതിടുക. ഇഞ്ചി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ടില്ലെങ്കിൽ അരയാൻ പാടായിരിക്കും. ഞാനത് ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇത് ഒരു 3 സ്പൂൺ വിനാഗിരി. വിനാഗിരി ഇല്ലെങ്കിൽ തൈരിട്ടാലും മതി. എനിക്ക് വിനാഗിരിയുടെ ടേസ്റ്റാണ് ഇഷ്ടം. പിന്നെ കാശ്മീരി ചില്ലി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇവനെല്ലാം കൂടി നമ്മളിപ്പോൾ ഒരു പേസ്റ്റ് ആക്കും. ആ പേസ്റ്റിനെ ചിക്കൻ കിടത്തിയിട്ട് നമ്മൾ നല്ലപോലെ ഇതെല്ലാം വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കനെ ഞാൻ എല്ലായിടത്തും വരഞ്ഞിട്ടുണ്ട്, ഉള്ളിലെല്ലാം അരക്കും പിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അരച്ചിട്ട് വരാം ആദ്യം തന്നെ. അപ്പം നമ്മുടെ പേസ്റ്റ് നല്ല പേസ്റ്റ് വെണ്ണ പരുവത്തിലായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൊച്ചിനെ കമത്തിക്കിടത്തേക്കാണ് ചക്കടി മുണ്ടൻ താറാവ്. അപ്പം നമുക്ക് അവനെ അങ്ങ് കുളിപ്പിച്ചെടുക്കാം. ഇതങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരോട് പറയണം ചിക്കൻ കിടത്തി പൊരിച്ചതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗസ്റ്റ് വരുമ്പോൾ. ഇന്ന് ഞാൻ ഗസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഡിഷാണ്.
ഇതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ല ആത്മാർത്ഥമായിട്ട് തേക്കണം, ഒന്നിനൊരു കുറവും വരുത്തരുത് നമ്മൾ. ഇതുപോലെ തന്നെ ഒരാളും കൂടി അവിടെ കമന്ന് കിടക്കുക, എന്നെ എടുക്കുന്നില്ലേ എന്നും ചോദിച്ച്. കാല് പൊക്കി, കാലിൻ്റെ ഇവിടെ ഒന്നും തേച്ചില്ലായിരുന്നു. ഇതാ പിള്ളേരെ കുളിപ്പിക്കണ പോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒരാൾ റെഡിയായി, അടങ്ങി ഒതുങ്ങി കിടക്കാം. അവിടെ കാലൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുവാണ്. അടുത്ത ആളെ ഇതേപോലെ നമ്മൾ ആദ്യം നമുക്ക് പിന്നെ മലത്തിൽ കിടത്തിയാലോ. കിടക്കാം അവിടെ. ഇവനെ അങ്ങ് തേച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമുക്ക് റെസ്റ്റാണ്. കാരണം ഇതൊരു 1 മണിക്കൂറോളം ഒന്നല്ലെങ്കിൽ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി, ഹോൾ ചിക്കൻ അല്ലേ, പിടിക്കാൻ വേണ്ടി നമ്മൾ പുരട്ടി വെക്കണം. എന്നിട്ട് വേണം അത് പുരട്ടി വെച്ച് അപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം തന്നെ എടുത്ത് ഉണ്ടാക്കരുത്. കുറച്ച് നേരമൊക്കെ അയ്യടാ ഉരുക്കണം എനിക്ക്. എന്തായാലും പുരട്ടി അപ്പം തന്നെ ഉണ്ടാക്കി അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. രണ്ടുപേരും കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കട്ടെ. ഇത് നോക്ക്, കാലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് രണ്ടുപേരും കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കൈയൊക്കെ കഴുകട്ടെ. ഞാൻ ഇതിനെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് ഡിഷ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് കിടക്കുന്ന നമ്മുടെ ചിക്കൻ നല്ല അതിൻ്റെ ഉപ്പും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പിടിച്ച് നല്ല പരുവായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പണിയൊന്നുമില്ല, ഇവനെ അങ്ങോട്ട് കിടത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്? കിടത്തി പൊരിച്ച ചിക്കൻ. നിർത്തിപ്പൊരിച്ചതല്ല, ഇരുത്തിപ്പൊരിച്ചതല്ല, കിടത്തി പൊരിച്ച ചിക്കൻ. അപ്പം നമുക്ക് നമ്മുടെ ഇതിന് കുറച്ച് എണ്ണ അധികം വേണം കേട്ടോ. അപ്പം നമുക്ക് പൊരിച്ചും കൂടി മാറ്റാനുള്ളതാണ്. അപ്പം നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചും കൂടെ എണ്ണ വേണം. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ആദ്യം ഞാൻ മാറ്റി വെച്ചില്ലേ വെളുത്തുള്ളി, തൊലി കളയാത്ത വെളുത്തുള്ളി ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു 3 ഉണ്ട വെളുത്തുള്ളി ഉണ്ട്. ആ വെളുത്തുള്ളി ഇതാ ഈ എണ്ണയിലേക്ക് ഇടാൻ പോവാണേ. ഇപ്പം എണ്ണ ചൂടായിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം പൊട്ടിത്തെറിക്കുന്നില്ല. കാരണം ഇതിനകത്ത് വെള്ളം ഉണ്ടുകൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഞാൻ ഇച്ചിരി നേരം മാറി നിൽക്കും. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ടിട്ടു. ഇനി ചെയ്യാനുള്ളത് 3 മീഡിയം സവോള. 3 മീഡിയം സവോള. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷായത്. കണ്ടമുണ്ടമാക്കിയിട്ടതാ. സവോള, മീഡിയം സവോള കേട്ടോ, അതിട്ടു. ഒരു 10 പച്ചമുളക് കീറിയത് അതും ഇട്ടു. ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കൂടി എണ്ണ ഒന്ന് ചൂടായിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആരെ കിടത്താൻ പോകുന്നത്? നമ്മുടെ ചക്കര മുത്തിനെ. ഇതൊരു 10-15 ഒരു 12-13 മിനിറ്റ്, 15 മിനിറ്റിലോട്ട് പോകുകയും വേണ്ട, 10 മിനിറ്റ് പോരേം താനും. അത്രയും സമയം ഇതിങ്ങനെ കിടന്ന് മൊരിയും. എന്നിട്ട് നമുക്കിവനെ മറിച്ചിടണം. അത്രയേ ഉള്ളൂ. ഇത് വളരെ വേഗം കഴിയുന്നതാണ്. ഇതിനകത്ത് കിടന്ന് ഇപ്പം നമ്മളിട്ട സവോളയും വെളുത്തുള്ളിയും എല്ലാം മൊരിയും. അതിൻ്റെയൊക്കെ സ്വാദ് ഈ ചിക്കനിൽ പിടിക്കും. നല്ല തീയിൽ വെച്ചോ, കാരണം എന്താണ്, ഒരുപാട് സിമ്മിലൊന്നും ഇടേണ്ട കാര്യമില്ല ഇത് കേട്ടോ. നമ്മുടെ ചിക്കൻ ഒരു വശം നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഇതിനെ മറിക്കുക എന്നുള്ള ഒരു വലിയ ദുഷ്കരമായ പണിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ തീ എന്തായാലും ജസ്റ്റ് ഒന്ന് കുറച്ചു. ഇപ്പം ഇവനെ കമത്തിയിട്ടേക്കുവാണേ. അത്തള പുത്ര തവളാച്ചി എന്ന് പറഞ്ഞ പോലെ തവളാച്ചി ഇത് കമന്ന് കിടക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം മൊരിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കനമെടുത്ത് അതിൻ്റെ മേളിൽ വെക്കണം. അപ്പോൾ അതൊന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ മറ്റേ വലിയ
മറ്റേ ഉള്ളി ഇടിക്കുന്ന കല്ലുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഞാനിപ്പോൾ എനിക്കൊരു നല്ല കരിങ്കല്ല് കിട്ടിയിട്ടുണ്ട്, അതിനെടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കമത്തി എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ റെഡിയേ, നമ്മൾ റോട്ടിലൊക്കെ തവള ലോറി കയറി കിടക്കില്ല ഇങ്ങനെ, അതേപോലെ കിടക്കണ പാവം. അപ്പോൾ ഈ വശം ഇനി നല്ലോണം മൊരിയണം. നമ്മൾ തീ കുറച്ച് വെച്ചു, നമുക്ക് ആദ്യത്തെ പോലെ തന്നെ തീ കൂട്ടി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ ഈ കല്ലെടുക്കാം കേട്ടോ, ഫുൾ ടൈം ആ കല്ല് അവിടെ ഇരിക്കണ്ട, അതൊന്ന് പരുവാകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പം നമുക്കേ ഇനിയിപ്പോൾ ഈ കല്ലങ്ങ് എടുത്ത് മാറ്റാം. പാവം, അതിനോട് ഞാൻ ചെയ്ത ക്രൂരത കുറച്ചൊന്നുമല്ല. ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞ് കേട്ടോ, നമ്മളാ ഇട്ടില്ലേ അതൊക്കെ തിന്നാൻ നല്ല സ്വാദായിരിക്കും ഇതിൽ നിന്ന്. പൊറോട്ടയുടെ ഒക്കെ കൂടെ പൊളിയായിരിക്കും മോനെ. നമുക്കിത് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിവനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ കോഴിക്കുട്ടൻ കമന്നടിച്ച് കിടക്കുവാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. യെസ്, ഇനി ഇതിനകത്തേക്ക് നമ്മുടെ വറുത്ത് കോരിയ വെളുത്തുള്ളി, സവോള, ഇതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് കോരിയിടും. എന്നിട്ട് ആ വെളുത്തുള്ളിയൊക്കെ എടുത്ത് കടിക്കും വേണ്ടല്ലോ മോനെ. നമുക്ക് ഒരെണ്ണത്തിനെയും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനുണ്ട്. ഞങ്ങളിവിടെ അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ ആളെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനെയും കൂടി ഒന്നെടുത്ത് എണ്ണയിലോട്ട് ഇടാം, എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞങ്ങളിന്ന് രാത്രി ഇവിടെ പൊറോട്ടയും ചിക്കൻ കിടത്തി പൊരിച്ചതും ഒക്കെ കൂട്ടി ആട്ടവും പാട്ടും എല്ലാമായിട്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾ അടിപൊളിയാക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴി ആരെങ്കിലും എന്നെ ഒന്ന് എടുക്കൂ, ആരെങ്കിലും എന്നെ ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ് കിടക്കുവാണ് ഇവിടെ. ഇനി നമുക്ക് അടുത്ത ചിക്കനെ ഇതിനകത്തേക്ക് ഇടാവേ. അപ്പോൾ ഓൾറെഡി ആ എണ്ണയിലൊക്കെ മൂത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനകത്തേക്ക് ഇതിടണ്ട. ആ എണ്ണയ്ക്കൊക്കെ ഈ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല സ്വാദുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയുള്ളത് ഒരെണ്ണത്തിനെയും കൂടി അതിനകത്തേക്ക് എടുത്തിടാം. ഓക്കെ, ആദ്യം മലത്തിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പം എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്നത്തേക്കാൾ കൂടുതൽ ഞാൻ ഹാപ്പിയാണ്. ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ 2 സാറുമാരാണ്. ഇത് ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് തലച്ചിറ, ഞങ്ങളുടെ എല്ലാമായ അളിയൻസിൻ്റെ നട്ടലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ തലസാറും അധികം ആരും കണ്ടിട്ടില്ലാത്ത ശ്യാം വെമ്പായം ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ്. ഞങ്ങളൊക്കെ തമ്മിലൊരു 2019 തുടങ്ങിയ സൗഹൃദമാണ്. 2016 തുടങ്ങിയ 2017 ലാസ്റ്റ് ആണ് നമ്മുടെ 16 ഡിസംബർ 2001 ഉറപ്പിച്ച് 2016 ലാസ്റ്റ് ഡിസംബറിൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അപ്പോൾ എന്താണ് പറയുക, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും 2 വാക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റവും ആരും കേൾക്കാത്തൊരു ശബ്ദം ശ്യാമിൻ്റെയാണ്. ശ്യാം എന്തെങ്കിലും പറ. എന്നാ ശരി, രാജേഷിന് എന്തിനും പറയാനുണ്ടോ? അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അളിയൻസിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിൽ എടുത്ത എപ്പിസോഡാണ്. അതുകൊണ്ടാണ് സാറുമാരെ 2 പേരെ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ കിടത്തി പൊരിച്ചതാണ്. കിടത്തി പൊരിച്ചത്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കണം. ഇതൊക്കെ ഈ ഉള്ളിയും സവാളയും എല്ലാം കൂടി എടുത്ത് വേണം കഴിക്കാനായിട്ട്. കാലിൻ്റെ ഭാഗത്തുനിന്നും ഈ കാലിൻ്റെ ഭാഗത്തുനിന്നും എടുത്തോളൂ. വേറൊന്നും പറയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വട്ടം വളഞ്ഞിരുന്നത് കഴിക്കാൻ പോകണം. പക്ഷേ ഇത് ഒരെണ്ണേ ഉള്ളൂ. രാജേഷിന് മുഴുവൻ വേണ്ടി വരുമായിരിക്കും ഇതിപ്പോൾ. അതൊരെണ്ണം രാജേഷ് കൊണ്ടുപോയിട്ട് ഇത് ഞാൻ എടുത്തോളാം.
നിനക്ക് ഒരെണ്ണം വേണോ? ഒരെണ്ണം വേണ്ട, പകുതി പ്രൊഡ്യൂസർ. ഓക്കെ, റെഡി. അപ്പോൾ ഇത് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ വീതിച്ച് കഴിക്കും. അപ്പോൾ ടാറ്റാ ബൈ. ഇനി അടുത്തൊരു എപ്പിസോഡ് വരേക്കും. ലവ് യു സോ മച്ച്.